എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ലൈൻ ന്യൂമറോളജി ചാനലിലേക്ക്. എൻ്റെ പേര് മധുസൂദൻ നായർ. ഞാനൊരു ന്യൂമറോളജിസ്റ്റ് ആൻഡ് വാസ്തു കൺസൾട്ടൻ്റാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയുടെ രണ്ടാമത്തെ എപ്പിസോഡാണിത്. ഇതിനകത്ത് ഞാൻ വിശദമായിട്ട് രാഷ്ട്രീയക്കാരുടെയും അല്ലാത്തവരുടെയൊക്കെ കാര്യങ്ങൾ വിശദമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. ആദ്യം തന്നെ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട EMS നമ്പൂതിരിപ്പാട് നമ്മുടെ കൂട്ടത്തിലില്ലെങ്കിലും അദ്ദേഹം ജനിച്ചതും 13-ലാണ്. 13 എന്ന് പറഞ്ഞാൽ 4, 1 + 3 = 4. ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുള്ളവരാണെങ്കിൽ അതിനകത്ത് ഞാൻ പറഞ്ഞായിരുന്നു, രാഷ്ട്രീയത്തിൽ 4, 8, 9 ഇല്ലാതെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ ആർക്കും പറ്റുകയില്ല എന്ന്. വലിയൊരു പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അതുപോലെയുള്ള വലിയ പോസ്റ്റ് നയിക്കുന്ന ആൾക്കാർക്ക് 4, 8, 9 അത്യാവശ്യമാണ്. എങ്ങനെ 4, 8, 9 വേണമെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ, ജനിക്കുന്നത് ഇപ്പോൾ 13-ാം തീയതി ആണെങ്കിൽ 1 തൊട്ട് 9 വരെയുള്ളൂ ന്യൂമറോളജിയിൽ നമ്പർ. 13-ാം തീയതി ആണെങ്കിലും അത് 1 + 3 = 4. അതുപോലെയാണ് ഇപ്പോൾ അച്യുതാനന്ദ സാറ് ജനിച്ചിരിക്കുന്നത്. ടോട്ടൽ കൂട്ടി കഴിഞ്ഞാൽ 18 വരും. 18 വന്നു കഴിഞ്ഞാലും 1 + 8 = 9. രാഷ്ട്രീയത്തിൽ വേണ്ട, ഒന്നിലോ ഫസ്റ്റിൽ അല്ലെങ്കിൽ ലാസ്റ്റിൽ 100% 4 വേണം. ശശി തരൂർ സാറ് ജനിച്ചിരിക്കുന്നതുണ്ടോ, 9-ാം തീയതിയാണ്. പിന്നെ അത് ഫസ്റ്റ് തന്നെ ആയതുകൊണ്ട് അത് സിംഗിൾ നമ്പറിൽ തന്നെ, നമുക്ക് സിംഗിൾ നമ്പറാണ് ഓൾറെഡി ജനിച്ചിരിക്കുന്നത് തന്നെ. രാഷ്ട്രീയത്തിൽ തന്നെയല്ലേ, വലിയ പോസ്റ്റിലല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചിദംബരം, നമ്മുടെ പണ്ടത്തെ ഫൈനാൻസ് മിനിസ്റ്റർ അല്ലായിരുന്നോ, അദ്ദേഹം ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ചെക്ക് ചെയ്ത് നോക്കൂ. ഇപ്പം രാഷ്ട്രീയത്തിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫിലിം സ്റ്റാർ ഉണ്ടല്ലോ മദ്രാസിൽ, പിക്ചറിനകത്ത് വലിയ ഹീറോയാണ് അയാൾ. പക്ഷേ അദ്ദേഹം രാഷ്ട്രീയത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹമൊക്കെ 22-ാം തീയതിയും 4, 5, 6 കംപ്ലീറ്റ് ഉള്ള വ്യക്തി ആയതുകൊണ്ട് 100% മുഖ്യമന്ത്രിയാകും അദ്ദേഹം. അണ്ണാമലൈ വലിയ പോസ്റ്റ് തന്നെ രാഷ്ട്രീയത്തിൽ വരികയും ചെയ്തു. ടോട്ടൽ കൂട്ടി കഴിയുമ്പോൾ 31 മറ്റോ ഉണ്ട്, 4 ഉണ്ട് അദ്ദേഹത്തിനും. 4, 8, 9 ഇല്ല, രാഷ്ട്രീയത്തിലില്ല. നിങ്ങൾ ആരുടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നല്ലൊരു പോസ്റ്റ്, പേരെടുത്ത ഒരാളെന്ന് രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ 4, 8, 9 വേണം. പിണറായി വിജയൻ സാറിൻ്റെ കാര്യം നോക്കാമല്ലോ. അദ്ദേഹത്തിൻ്റെ പേരിലാണ് 9 കിടക്കുന്നത്, പക്ഷേ ഡേറ്റ് ഓഫ് ബർത്തിൽ 4, 5, 6 കംപ്ലീറ്റ് ഉണ്ട്. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എതിരാളി പോലും ഇല്ലാതെ വരുന്നതിൻ്റെ കാര്യം. എതിരാളി എന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരാളിക്ക് നിലനിൽപ്പില്ല. 4, 5, 6-ൽ അദ്ദേഹത്തിന് 4 തന്നെയുണ്ട്. 4, 5, 6 കംപ്ലീറ്റ് ഡേറ്റ് ഓഫ് ബർത്തിൽ ഒരു വ്യക്തിയുടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയമല്ല, എന്തെങ്കിലും കണ്ടീഷനിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലും അത് പിക്കപ്പായി വലിയ പൈസക്കാരനാകുന്ന ഒരു നമ്പറാണ്, വലിയ പണക്കാരനാകുന്ന ഒരു നമ്പറാണ്. അത് ഏത് വ്യക്തിയാണെങ്കിലും 97% ആൾക്കാരും, എൻ്റെ ഈ 10-11 വർഷത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ നോക്കിയിട്ട്, എല്ലാവരും മിഡിൽ ക്ലാസ്സിന് മേലെയുള്ള ആൾക്കാരിൽ അല്ലാത്ത ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. അത്ര പവറാണ് 4, 5, 6 ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നു കഴിഞ്ഞാൽ. അതൊരു കുട്ടി ജനിച്ചാലും മതി. ചിലപ്പം 4, 5 മാത്രം നമ്മുടെ അടുത്ത് ഉള്ളെങ്കിൽ 15-ാം തീയതി ഒരു കുട്ടി ജനിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട് രക്ഷപ്പെട്ടു. ആ വീട് പൈസ തന്നെത്താൻ വരും. എന്ന് വെച്ചാൽ അദ്ദേഹം അന്നേരത്തേതായിരിക്കും ബിസിനസ് എന്തെങ്കിലും തുടങ്ങുന്നത്. വീട്ടിൽ ഇരുന്ന് പൈസ ഉണ്ടാക്കാൻ ആർക്കും സാധിക്കത്തില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നവരുടെ അവസ്ഥ ഞാൻ പറയുന്നത്. ചെയ്യുന്ന ആൾക്കാരുടെ മാത്രമേ ഇങ്ങനത്തെ കാര്യത്തിൽ രക്ഷപ്പെടത്തുള്ളൂ. അല്ലാണ്ട് എനിക്ക് ശുക്രദശയാണ്, എനിക്ക് ജാതദശയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആരും പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അധ്വാനിക്കുന്ന ആൾക്ക് പൈസ ഉണ്ടാക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മുടെ പിണറായി വിജയൻ സാറ്. രാഷ്ട്രീയത്തിലൊക്കെ എത്രയോ വർഷം ചെയ്തിട്ടാണ് അത്രയും വലിയൊരു പോസ്റ്റിൽ എത്തിയിരിക്കുന്നത്. സ്റ്റാർട്ടിങ് തൊട്ടേ നല്ല പേരും. ഇത് പിണറായി വിജയൻ എന്നുള്ള പേരാണ് 36 വരുന്നു. 3 + 6 = 9. അപ്പോൾ ലോഷോ ഗ്രിഡിലേക്ക് അത് മാറ്റിക്കഴിഞ്ഞാൽ 9 ആയി, 4 ആയി, 5 ആയി. ഇതെല്ലാം ഉണ്ട്. പക്ഷേ ദൈവവിശ്വാസം മാത്രം കാണത്തില്ല. കാരണം 7-ാം നമ്പർ അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിലില്ല. നിങ്ങൾ ഏത് വ്യക്തിയുടെയും ചെക്ക് ചെയ്താൽ മതി. ഇങ്ങനെ
പിന്നെ പേരിൽ എങ്ങനെയാണ് നമ്പർ നോക്കുന്നതെന്നുള്ള വിവരമാണ്. നാമസംഖ്യ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയ ഒരു ഇതിനകത്ത് പറയാൻ സ്ക്രീനിൽ കാണുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ അതിൻ്റെ അപ്പുറത്ത് ഫുള്ള് സ്ക്രീനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഈ നമ്പർ ABCD അനുസരിച്ച് 1 2 3 4 5 6 7 8 വരെയുള്ള നമ്പറേ ഉള്ളൂ. 9 നമ്പറില്ല. 9 നമ്പർ ഇല്ലാത്തതിൻ്റെ കാരണം 9 ഏത് സംഖ്യയായിട്ട് ഗുണിച്ചിട്ട് ഒന്നിച്ച് പ്ലസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 9 തന്നെ കിട്ടും. അത് നിങ്ങൾ ഏത് സംഖ്യ ആയിക്കോട്ടെ, കോടികളോ ഏത് സംഖ്യയാണെങ്കിലും അതിൻ്റെ ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ന്യൂമറോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണക്കാണ്. അല്ലാണ്ട് നിങ്ങൾക്കും ചെയ്യാൻ പറ്റും, ആർക്കും ചെയ്യാൻ പറ്റും. പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാൻ പറ്റും. ഒരു ബിസിനസ്സിനൊരു പേരിടുകയാണെങ്കിൽ തന്നെ നമ്മൾ ന്യൂമറോളജി പ്രകാരം ഇട്ട് കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്തിൽ മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, എൻ്റെ കുട്ടി ജനിച്ചപ്പിന് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നൊക്കെ. പക്ഷേ കുട്ടി ജനിച്ചപ്പിന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചത് തന്നെ 15-ാം തീയതിയിലായിരിക്കും. അപ്പോഴായിരിക്കും 22-ാം തീയതി ഒരു കുട്ടി ജനിക്കുന്നത്. ആ വീട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ 22-ാം തീയതി ഡേറ്റ് ഓഫ് ബർത്തുള്ള ഒരു ഭാര്യയെ അയാൾ കല്യാണം കഴിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഭാര്യ വീട്ടിൽ വരുന്നത്. അപ്പോൾ ആ വീട് തന്നെ രക്ഷപ്പെട്ടു. വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭർത്താവിനും അതിൻ്റെ ആക്റ്റീവ് കാണത്തുള്ളൂ. അച്ഛനും അമ്മയ്ക്കും അങ്ങനെയുള്ള ആക്റ്റീവാണ് വരുന്നത് സാധാരണ. അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവും, ഭർത്താവിനും ഉണ്ടാവും. അല്ല നമ്മൾ വീട്ടിൽ മാറി താമസിക്കുന്നവർക്ക് അവർക്ക് അവരുടേതായിട്ട്, ഇപ്പോൾ ചേട്ടൻ ഇനി ഒരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ രണ്ടും ആക്റ്റീവായിരിക്കും. ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ പറ്റും. 2 വീട്ടിൽ താമസിച്ച് കഴിഞ്ഞാലും ഒരു ബിസിനസ് തുടങ്ങുമ്പം പറ്റും. രണ്ടിടത്താണെങ്കിലും ബിസിനസ്സിൻ്റെ പാർട്ട്ണർഷിപ്പ് ആയിരിക്കണം 2 പേരും കൂടെ. അപ്പോൾ ബിസിനസ് പിക്കപ്പ് ആവും. എക്സാമ്പിൾ 15-ാം തീയതി ജനിച്ച ഒരാളാണ്, 4-ാം തീയതി പ്രകാരമാണ് പേരിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് അതിൻ്റെ രഹസ്യം. രണ്ടാമത് ഞാനിവിടെ പറയുന്നത് കണ്ടോ, സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഈ നെയിം നമ്പർ എടുക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ലക്കി നമ്പർ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചാർട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും പ്രകാരമാണ് നിങ്ങളുടെ ഓരോ സ്പെല്ലിങ്ങും ഓരോ അക്ഷരം അതിൽ കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ 489 ഇല്ലാത്തത് ആരും ഇല്ലയെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു 10-15 എക്സാമ്പിളും കൂടെ ഞാൻ തരാം. 1 നരേന്ദ്രമോദി 17-ലാണ് ജനിച്ച്. 17 ഒറ്റസംഖ്യയായി കഴിഞ്ഞാൽ 1 + 7 = 8. അമിത്ഷാ 22-ലാണ് ജനിച്ച്. 2 + 2 = 4. മൻമോഹൻ സിംഗ് നമ്മുടെ കൂട്ടത്തിലില്ലെങ്കിലും 26-ലാണ് ജനിച്ച്. 2 + 6 = 8. ഇങ്ങനെയാണ് എല്ലാ രാഷ്ട്രീയക്കാരുടെയും. ഞാൻ മമതാ ബാനർജിയുടെ നോക്കൂ, നിങ്ങൾക്കറിയാവുന്ന ഏത് ആൾക്കാരുടെയാണെങ്കിൽ നോക്കാം. നിതിൻ ഗഡ്കരി സാറ് 27-ലാണ് ജനിച്ചത്. മെയ് 1957. 27 എന്ന് പറയുമ്പോൾ തന്നെ 2 + 7 9 പിന്നെ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏക്നാഥ് സിന്ധെ കഴിഞ്ഞ പ്രാവശ്യം മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും 9 ഫെബ്രുവരി 1964. അത് ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 31 വരും. അതുകൊണ്ടാണ് ഫഡ്നവീസിനെ വെളിയിൽ വെച്ചിട്ട് തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായ. അന്ന് അമിത്ഷായോ മോദിയോ സപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നാണ് എൻ്റെ അറിവ്. അത് 2 പേരെങ്കിലും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമ്മുടെ ഫഡ്നവീസിന് മുഖ്യമന്ത്രിയാകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഫഡ്നവീസ് മുഖ്യമന്ത്രിയായത്. എന്ന് വെച്ചാൽ സെൻട്രലിൽ നിന്ന് ഫുൾ സപ്പോർട്ട് ഫഡ്നവീസിനായിരുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയായി. ഒരു കാരണവശാലും 489 ഇല്ലാതെ ആവത്തില്ല എന്നുള്ള വിവരം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഉദ്ധവ് ഠാക്കറെ കണ്ടോ, ജനിച്ചിരിക്കുന്ന 27/9. ഓക്കെ. കെ കരുണാകരൻ സാർ നമ്മുടെ കൂട്ടത്തിലിരുത്ത ഒരാളാണ്. 5 ജൂലൈ 1918. ടോട്ടൽ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 31 വരും. 31 പറയുന്നത് 3 + 1 4. PC ജോർജ് ഡേറ്റ് ഓഫ് ബർത്ത് സത്യത്തിൽ രാഷ്ട്രീയത്തിലില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ PC ജോർജ് എന്നുള്ള പേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം 9 വരുന്നുണ്ട്. നിങ്ങൾക്കും കൂട്ടി നോക്കാം. അതിനാണ് ഞാൻ ആ ചാർട്ട് ഇട്ടിരിക്കുന്നത്. അതിനകത്ത് ആ 9 അദ്ദേഹത്തിൻ്റെ ഫയർ. പിന്നെ ഈ 28 എന്ന് പറയുമ്പോഴത്തേക്ക് ബിസിനസ് നമ്പർ ആണെങ്കിലും ഭയങ്കര തൻ്റേടമുള്ള നമ്പറാണ്. അപ്പോൾ 9ഉം 1ഉം ഭയങ്കര തൻ്റേടികളാണ്, തൻ്റേടമുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് ആ 2 നമ്പറും കൂടെ ഒരുമിച്ച് വന്നു കഴിയുമ്പോഴാണ് ഓപ്പണായിട്ടൊക്കെ പറയുന്നത് കാണത്തില്ലേ, തെറി പറയുന്നത് പോലെ എന്ന് വെച്ചാൽ ഭയങ്കര ശക്തമായിട്ട് സംസാരിക്കുന്നതിൻ്റെ ആ നമ്പറിൻ്റെ പവറാണ്. പിന്നെ നമ്മൾ ഉമ്മൻചാണ്ടി സാറിൻ്റെ നോക്കാം. അതുപോലെ തന്നെ
ഏത് രാഷ്ട്രീയക്കാരുടെ ആണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ പോലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇപ്പോൾ ഇരിക്കുന്ന 2 പ്രാവശ്യം. എന്ന് വെച്ചാൽ അമേരിക്കയിലൊക്കെ രാഷ്ട്രീയം കുറവാണ്. രാഷ്ട്രീയമല്ല, അവർ 5 വർഷം കഴിഞ്ഞിട്ട് അവർ സാധാരണ പഴയ ജോലിയിലൊക്കെ പോകും. നമ്മളൊക്കെ സ്ഥിരമായ ഒരു പ്രാവശ്യം രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം വിട്ടിട്ടൊരു കേസ് കെട്ടയില്ല. പക്ഷേ രണ്ടാമതിപ്പം മുഖ്യമന്ത്രി ആയത് പ്രസിഡൻ്റ് ആയത് എനിക്ക് തോന്നുന്നത് 31 വന്നുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കെ കരുണാകരൻ സാറിൻ്റെയും അതുപോലെ തന്നെ 31 ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ. പക്ഷേ കെ മുരളീധരൻ നോക്കിയേ 15 14 ജനിച്ചിരിക്കുന്നത്. അപ്പോൾ 5 വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ യാതൊന്നുമില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുരളീധരൻ എന്നുള്ള പേരിൽ 44 വരുന്നുണ്ട്. 448 രാഷ്ട്രീയത്തിൽ വേണ്ട നമ്പർ അവിടെ എത്തി. അതുകൊണ്ട് പിന്നെ അച്ഛൻ്റെ ആ പേരും വെച്ചിട്ട് നടക്കുന്നതല്ലാണ്ട് അതാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ വലിയ സ്ഥാനത്തേക്കോ ഒന്നും അദ്ദേഹം വരാത്തത്. മന്ത്രിയൊക്കെ ആയിട്ടുണ്ടെങ്കിലും പക്ഷേ വലിയ സ്ഥാനത്തേക്ക് ഇന്ന് വരെ കയറാത്തതിൻ്റെ കാര്യം അതാണ്. ഒരു വ്യക്തിക്ക് വേണ്ട ഡേറ്റ് ഓഫ് ബർത്തിലുണ്ടെങ്കിൽ അത് പവർ കൂടുതലും പേരിൽ വരുമ്പം അത് അവരുടെ ആക്റ്റീവ് പോലെ ഇരിക്കും. പേരിൽ ഭയങ്കര ആക്റ്റീവാണ്. ഈ കാണുന്ന PC ജോർജിൻ്റെ സാറും ലാലു പ്രസാദ് ഇവരെയൊക്കെ പേര് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 9 വരുന്നത്. ഒക്കെ അവർക്ക് പവറാണ് കംപ്ലീറ്റ്. പക്ഷേ പവർ ഇല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ 9, 8, 4 എവിടെ വരുന്നുണ്ടോ ഈ സംഭാഷണത്തിലും പേരിൽ രാഷ്ട്രീയത്തിൽ വരുന്നതിൽ മാത്രം 9 ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 9 രാഷ്ട്രീയത്തിൽ സംസാരിക്കാനുള്ള കഴിവും അതുപോലെയുള്ള പവറും ഉണ്ടാക്കി തരുന്നത്. 9 ഇല്ലാതെ നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആരുടെയെങ്കിലും നോക്കി ഏത് കണ്ടീഷനിൽ അദ്ദേഹം നിൽക്കുന്നെന്ന് ഒരു MLA പോലും നമ്മുടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാതെ ജയിക്കുമോ തോക്കുമോ എന്നൊക്കെ. മിക്കവാറും അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ആണെങ്കിൽ 100% നമുക്ക് പറയാൻ പറ്റും അദ്ദേഹം എതിർ നിൽക്കുന്ന ആളാരാണോ അവരുടെ ഡേറ്റ് ഓഫ് ബർത്തും ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് കമ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് പറയാം തോറ്റു പോകുമെന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ ഇലക്ഷനിൽ ബോംബെയിൽ നമ്മുടെ രാജ് ഠാക്കറയുടെ മോൻ നിന്നായിരുന്നു മകൻ. ഞാൻ പറഞ്ഞു തോറ്റു പോകുമെന്ന്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ അതില്ല. അദ്ദേഹത്തിൻ്റെ ഇതിനകത്ത് അത് ഇല്ലാത്തതുകൊണ്ട്. AK ആൻ്റണി സാറ് പേരുകൊണ്ട് 8 വലിയ സ്ഥാനമൊക്കെ വഹിച്ച ആളല്ലേ. ഡേറ്റ് ഓഫ് ബർത്ത് 28, ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ 27 വരും. ടോട്ടൽ കൂട്ടിക്കഴിയുമ്പം 9, 27 എന്ന് പറഞ്ഞാൽ 9. നമ്മൾ ഇത്രയും പറഞ്ഞതും നമ്മൾ മുഴുവൻ ഇന്ത്യക്കകത്തുള്ളതും ആൾക്കാരുടെയാണ്. ഒരു അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ എന്ന് വെച്ചാൽ അവർ രാഷ്ട്രീയമല്ലല്ലോ, അവർ വിട്ടുപോകുന്നതല്ലേ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് ദിവസമുണ്ട്. അതുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ പ്രസിഡൻറ്റിൻ്റെ കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെങ്കിൽ 4, 8, 9 വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം EK നായനാർ സാർ നമ്മുടെ അടുത്തില്ലെങ്കിലും എത്രയോ വേണ്ടപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നമ്പറും 9/12/1919. ബർത്ത് ഡേറ്റ് 9 തന്നെ. ഞാൻ ഇതെല്ലാം നിങ്ങൾക്ക് നെറ്റ് വഴി ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് കൺഫേം ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വല്ല ഷോപ്പിലോ അല്ലെങ്കിൽ കുട്ടികളുടെ പേരിടുന്നതോ ഒക്കെ നോക്കിയിട്ടാൽ മതി. ഞാൻ ഈ വീഡിയോ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മളെപ്പോലെയുള്ള കുറേ ആൾക്കാർക്ക്, അറിയില്ലാത്ത ആൾക്കാർക്ക് ഈ ഇത് വെച്ചിട്ട് നല്ല പേരുമൊക്കെ ഇട്ട് കുട്ടിയൊക്കെ നല്ല നിലയിലെത്തിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ പ്രകൃതിയെ ടൈറ്റാനിക് ഉണ്ടാക്കിയ പോലെ ദൈവത്തെ വിട്ടിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ പ്രകൃതി സംബന്ധമായ ഒരു കാര്യമാണിത്. കണക്കാണ്, അല്ലാണ്ട് നമ്മൾ വലിയ കവടി നിരത്തിയോ ഇതൊന്നും ഞാൻ പറയുന്നതല്ല. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് കണക്ക് കൂട്ടി നോക്കാവുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയത്തിലാണെങ്കിലും ഇനി ഞാൻ പറയാൻ പോകുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ കാര്യമാണ്. ഉമ്മൻചാണ്ടി സാറിന് നോക്കിയേ 31. മുഖ്യമന്ത്രിയായി ഈ പറയുന്ന ആൾക്കാരൊക്കെ മുഖ്യമന്ത്രി ആയ ആൾക്കാരാണ് ഞാൻ പറഞ്ഞത്. 31 എന്ന് പറയുമ്പോഴേക്ക് 3+1 4 ഇതിൽ കൂടുതൽ നിങ്ങൾ 2-3 പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴേക്ക് ഇത് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൊക്കെ ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ മൊബൈലൊക്കെ എല്ലാവരുടെ അടുത്തുള്ളതല്ലേ. ഞാൻ പറയുന്നത് സത്യമാണോ എന്ന് അറിഞ്ഞതിന് ശേഷം സ്വന്തം കുട്ടികൾക്കൊക്കെ പേരിടുമ്പോഴും സ്വന്തം ബിസിനസ്സിന് പേരിടുമ്പോഴും ഒക്കെ ഇതേ സംബന്ധമായ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഏത് നമ്പർ മാച്ച് ചെയ്യുന്നുണ്ടോ നല്ല അറിവുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുക. അല്ലെങ്കിൽ എൻ്റെ മൊബൈൽ നമ്പർ താഴെയുണ്ട്, സ്റ്റാർട്ടിങ്ങിലുണ്ട്. അവത്തിൽ നിങ്ങൾ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നതാണ്. ഒരു വീട് വെക്കുമ്പോൾ നമ്മളൊരു വാസ്തു ആളിനെ കൊണ്ടുവന്ന് കാണിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മുടെ ജനനം
കുട്ടികളുടെ ചെറിയ കുട്ടികളൊക്കെ ജനത്തുണ്ട്. ഈ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഇടാം. ഇട്ടിട്ട് ആ പേര് 4-5 പേരൊക്കെ നമുക്കിപ്പോൾ സാധാരണ ഒരു അച്ഛനായിട്ടും അമ്മയായിട്ടും പെങ്ങളായിട്ടും അനിയനായിട്ടും ചേട്ടനുമായിട്ടും പറയാറുണ്ട്. അതിലേതെങ്കിലും പേര് സെലക്ട് ചെയ്തിട്ട് ആ നമ്പർ മാച്ചിങ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവരും ആ നമ്പർ തന്നെ സ്വീകരിക്കുക, ആ പേര് തന്നെ സ്വീകരിക്കുക. അപ്പം അദ്ദേഹത്തിന് അവളാണെങ്കിലും അവനാണെങ്കിലും ആരാണെങ്കിലും കൊച്ചുകുട്ടിയല്ലേ, അവർക്കാണെങ്കിൽ ആ പേര് കൊണ്ട് അവർ ജീവിതം തന്നെ മാറ്റിമറിക്കും. ഈ കാണുന്ന എത്ര എക്സാമ്പിൾ നിങ്ങൾ വേണമെങ്കിലും നിങ്ങൾ ഫിലിം സ്റ്റാറിൽ വരുമ്പം പേര് മാറ്റുന്നതൊക്കെ കാണത്തില്ലേ, അതിൻ്റെയൊക്കെ കാരണം അതാണ്. നമ്മൾ സാധാരണ ആൾക്കാർക്ക് അറിയില്ല, പക്ഷേ പൈസക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഫിലിം ഏരിയയിലൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ പേര് അത്ര, അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇതിൻ്റെ പവർ അറിയണമെങ്കിൽ ഭാര്യയും ഭർത്താവും കുട്ടികളുമായിട്ടുള്ള നമ്പർ നിങ്ങളുടെ നമ്പറുമായിട്ട് എല്ലാം മാച്ച് ചെയ്യും. അതിന് പ്രത്യേക ഒരു സെപ്പറേറ്റ് ഒരു വീഡിയോ തന്നെ ഞാൻ ഇറക്കുന്നുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഈ ബന്ധങ്ങളെല്ലാം പ്രകൃതി തന്നെ നമ്മളിൽ സൃഷ്ടിച്ചു തരുന്നുവെന്ന്. നമ്മളറിയാതെ തന്നെയാണ് ഓരോരുത്തരുടെ പേരിടുന്നത്. എക്സാമ്പിൾ ഞാൻ മുരളീധരൻ സാറിൻ്റെ കാര്യം പറഞ്ഞില്ലേ. കരുണാകരൻ സാറിന് ജനിച്ചു പുത്രനാണെങ്കിലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ മുരളീധരൻ എന്നുള്ള പേരിട്ട പോലെ നമ്മളും അവരറിയാതെ പ്രകൃതിനെ ഇടിയിച്ച പേരാണ്. എന്ന് വെച്ചാൽ കുടുംബപരമായിട്ട് രാഷ്ട്രീയമാണ്, അതുകൊണ്ട് അങ്ങനെ ആക്കി. പക്ഷേ അതുപോലെ നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ നല്ല പേരും ഒക്കെ ഇട്ട് നല്ല പേര് തന്നെ കണ്ടുപിടിച്ച് നല്ല സ്റ്റൈലുള്ള പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇതുമായിട്ട് മാച്ച് ചെയ്തിട്ട് ഇടണം എന്ന് ഞാൻ പറയുന്നത്. അല്ലാണ്ട് പഴയ പേരിടണമെന്നോ ഇതൊന്നുമില്ല. നമ്മുടെ സ്പെല്ലിങ് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് അദ്ദേഹത്തിനോ അവരുടെ ആ കുട്ടിക്ക് ജനിച്ച കണ്ടീഷനുള്ള പേരിട്ട് കഴിഞ്ഞാൽ ആ കുട്ടി ഉയർച്ചയിലെത്തുമെന്ന് യാതൊരു സംശയവും ഇല്ല. സംശയം നിങ്ങൾക്ക് തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഒരു വീഡിയോ തയ്യാറാക്കിയത്. നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. ഈ കാണുന്ന മുഖ്യമന്ത്രിമാരെല്ലാം ഒരേ നമ്പറിൽ എന്തുകൊണ്ട് ജനിച്ചു എന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഈ വീഡിയോ കേട്ടതിന് ശേഷം മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടെങ്കിൽ പെടട്ടെ. ഞാൻ സ്വാർത്ഥതയായിട്ടൊന്നും പറയുന്നതല്ല. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റൊരാൾ രക്ഷപ്പെടുന്നത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അവരെ കൊണ്ടത് പറഞ്ഞ് മനസ്സിലാക്കണം. നിങ്ങൾ തന്നെ സ്വയം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്കും പറയാൻ സാധിക്കും. ഞാൻ ഇത് ദൈവത്തിൽ നിന്ന് എടുത്ത കാര്യമൊന്നുമല്ല, ഞാൻ സ്റ്റഡി ചെയ്തിട്ട് പഠിച്ച കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് ചെയ്യുന്നത്. ഞാനിത് ചുമ്മാ മനസ്സിൽ വെച്ചിരുന്നോ അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ പ്രയോഗിച്ച് എൻ്റെ തൊഴിൽ തന്നെ അതാണ്, ഇത് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇത് സബ്ജക്റ്റ് ഇവിടെ നിർത്തുകയാണ്. അടുത്ത സബ്ജക്റ്റ് നമുക്ക് കാണാം. ഓക്കെ.